ചേച്ചി കുടുംബത്തിലെ അംഗമായിരുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ആൻഡ് തമ്മിൽ നിന്ന് യാത്ര പറഞ്ഞ് കർത്താവിൻ്റെ പക്കലേക്ക് പോവുകയാണല്ലോ. ഒരു സമർപ്പിത സഹോദരി എന്ന നിലയിൽ അവർ ജീവിച്ച ആധ്യാത്മിക വഴികളും അവർ ചെയ്ത കർമ്മങ്ങളുമെല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയായിരുന്നു ഈ ദിവസങ്ങളിൽ നാം എല്ലാവരും. രോഗാവസ്ഥയിലും ഈശോയെ തിരിച്ചറിയുവാനായിട്ട് അവർക്ക് കഴിഞ്ഞു. അൽഫോൻസാമ്മയുടെ കാനനൈസേഷൻ്റെ ദിവസത്തിൽ പരിശുദ്ധ പിതാവ് പറഞ്ഞ ഒരു കാര്യം അതായിരുന്നല്ലോ, വേദനകളിലും രോഗങ്ങളിലും അതുപോലുള്ള മറ്റ് പ്രതിസന്ധികളിലുമെല്ലാം ഒരുപാട് അവർ വിഷമിച്ചിരുന്നു ഇല്ല എന്ന് മാത്രമല്ല, അതിലൂടെയെല്ലാം അവർ നോക്കിയപ്പോൾ കണ്ടത് സ്വർഗമാണ്. രോഗങ്ങള്, പ്രതിസന്ധികള്, പരിഗണനക്കുറവ്, അങ്ങനെയുള്ള വിഷമസന്ധികളിലെല്ലാം അതേക്കുറിച്ച് ഓർക്കുമ്പോൾ സ്വർഗം കാണാനുള്ള ഒരു കിളിവാതിലായിട്ട് രൂപാന്തരപ്പെടുത്തിയെടുത്തു എന്നതാണ്. സ്റ്റാൻസി സിസ്റ്റർ നല്ല ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച് വളർന്ന് ആ കുടുംബത്തിൻ്റെ ക്രിസ്തീയ പൈതൃകവും വലിയ ആധ്യാത്മിക സമ്പത്തുമെല്ലാം കൂട്ടത്തിൽ കൊണ്ടു നടന്ന ഒരു വ്യക്തിയാണ്. അവരുടെ പ്രത്യേകമായിട്ടുള്ള പ്രവർത്തന മേഖലകളെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു ഫ്രാൻസിസ്കൻ വേ ഓഫ് ഇൻ്റർപ്രറ്റിംഗ് ഗോസ്പൽ എന്നതായിരുന്നു നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ദീർഘനാള് രൂപതയുടെ അഡാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് സമൂഹത്തിൽ വിഷമിക്കുന്ന മനസ്സുകൾക്ക്, കുടുംബങ്ങൾക്ക്, ബന്ധുക്കൾക്കും ഒക്കെ ആശ്വാസം പകരാനായിട്ട് അവർ പരിശ്രമിച്ചു. വളരെയേറെ നാളുകളിൽ FCC സമൂഹത്തിൻ്റെ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളോട് ബന്ധപ്പെട്ടു നിന്നു. ഒരു അരുവിത്രയും ആശാനിലയത്തിലുമെല്ലാം ഏതാണ്ട് സമാനമായ കാര്യങ്ങളിലാണ് പ്രവർത്തിച്ചത്. അസീസിയിലെ ഫ്രാൻസിസും കാലപ്പുണ്യവതിയും ഇപ്പോഴത്തെ ഫ്രാൻസിസ് പിതാവുമൊക്കെ സുവിശേഷത്തെ കണ്ട ഒരു വിധം വേറിട്ട ഒന്നാണ്. വെറുതെ അവർ സുവിശേഷത്തെക്കുറിച്ച് പ്രസംഗിച്ചു എന്നതല്ല, ആ സുവിശേഷം എന്തർത്ഥമാക്കുന്നുവോ അത് മറ്റുള്ളവരിലേക്ക് കൊണ്ട് എത്തിച്ച വ്യക്തികളാണ്. സ്റ്റാൻസി സഹോദരിയും ചെയ്തതാണ്. ഈശോയുടെ സാന്ത്വനം, ഈശോയാകുന്ന ആ മരുന്ന് രോഗികളിലേക്കും സമൂഹത്തിൽ തടയപ്പെട്ടവരിലേക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്കും ഒക്കെ എത്തിക്കുവാൻ അവർക്ക് കഴിഞ്ഞു. അവരുടെ സാന്നിധ്യം അവരുടെ നടുവിലായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിനും പ്രവർത്തനത്തിനുമെല്ലാം ഒരു ഫ്രാൻസിസ്കൻ സ്റ്റൈൽ ഓഫ് ഇൻ്റർപ്രറ്റിംഗ് ദ ഗോസ്പൽ ഉണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചത്. അവരെപ്പോഴും FCC സമൂഹത്തിൻ്റെ മുഖ്യധാര ചിന്തകളോടും രൂപതയുടെ അജപാലന പ്രവർത്തനങ്ങളോടുമെല്ലാം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു, ചിന്തിച്ചു. അതിലവർ വളരെയേറെ സന്തോഷിച്ചിരുന്നു. ഇപ്പോഴും അവർ പിൻപിലേക്ക് മാറി നിന്ന് ചെയ്യുന്ന സേവനങ്ങൾ വളരെ വിലപ്പെട്ടതായിരുന്നു. ഒരുപാട് കുടുംബങ്ങൾക്ക് അവരൊരു ആശ്വാസമായിരുന്നു. ഒരുപാട് സ്ത്രീകൾക്ക് അവരൊരു സാന്ത്വനമായിരുന്നു. ഇതെല്ലാം ഓർക്കുന്നതിനും ദൈവത്തിന് നന്ദി പറയുന്നതിനുമുള്ളൊരു വലിയൊരു അവസരമാണ്. ബെനഡിക്ട് പിതാവ് ഒരിക്കൽ പറഞ്ഞല്ലോ, ലോകത്തിലെ ഓരോ സിസ്റ്ററും ഓരോ ഇടിക്കമ്പിയാണ്, ലൈറ്റനിങ് അറസ്റ്ററാണ്. ഇടി വെട്ടാതിരിക്കാനല്ല, ഇടി വെട്ടുമ്പോഴും ഉപദ്രവം ഉണ്ടാകാതെ ഇരിക്കാനാണ്. അങ്ങനെയുള്ള ഒരു ആധ്യാത്മിക ശൈലിയിൽ ജീവിച്ച സഹോദരിയാണ് ബഹുമാനപ്പെട്ട സ്റ്റാൻസി. നമുക്ക് ദൈവത്തിന്
നന്ദി പറയാം. കുടുംബാംഗങ്ങളോട് പ്രാർത്ഥനകൾ നമുക്ക് ഉറപ്പുവരുത്താം. വിശുദ്ധ അൽഫോൻസാമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം.